ഹലോ, ഹെഡ്മിൽ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്താ, കുറേ ദിവസമായി മുറ്റമൊക്കെ തൂത്തിട്ടെ. ഇപ്പോൾ ഈ ഇല കൊഴിച്ചിൽ നിന്നതുകൊണ്ട് തന്നെ ഡെയിലി തൂക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എപ്പോഴാണോ ഇലകൾ കൂടിക്കിടക്കുന്നത് അന്നേരമാണ് തൂക്കുന്നത് കേട്ടോ. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞു മുറ്റം തൂത്തിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒന്ന് മുറ്റമൊക്കെ തൂക്കാമെന്ന് വെച്ചു. ഒരേ സമയം ഒരുമിച്ച് എല്ലാ സൈഡും കൂടെ തൂക്കാറില്ല കേട്ടോ. രാവിലെ ഒരു 2 വശം തൂക്കുവാണെങ്കിൽ വൈകിട്ടായിരിക്കും ബാക്കി തൂക്കുന്നത്. പിന്നെ അടുക്കള മുറ്റം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ മുറ്റത്തോട്ട് ഇറങ്ങുന്നോ എപ്പോഴൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നോ അതെപ്പോഴും ക്ലീൻ ആയിട്ട് ഇടണമല്ലോ. അന്നേരം അത് അപ്പോഴെപ്പോഴും തൂത്ത് വൃത്തിയാക്കും. രാവിലെ തൊട്ടേ മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂരമീൻ്റെ തലയാണ് കേട്ടോ, അത് കുറച്ച് ഇരിപ്പുണ്ട്. അത് കറി വെക്കാമെന്ന് വെച്ചു. പിന്നെ തലേന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, ജോസാൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിൽ പിന്നാണ് ഇങ്ങനെ മീനിൻ്റെ തല സെപ്പറേറ്റൊക്കെ കറി വെക്കുന്നത് തന്നെ. ഞാൻ ബോംബെയിലുള്ളപ്പോൾ വലിയ ചൂരമീൻ മേടിച്ചാലും അതിൻ്റെ തല കട്ട് ചെയ്ത് കളഞ്ഞിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. പിന്നീടാണ് ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതും ഇങ്ങനെ കറി വെക്കാമെന്ന് തന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, ബിജീസ് കിച്ചൺ ബോംബെയിലെ എൻ്റെ ചേച്ചിയുടെ ചാനലാണ്. അവൾ അച്ചാർ ബിസിനസ് ഉണ്ടല്ലോ. അപ്പോൾ വലിയ മീൻ, നെയ്മീനും കേരമീനും ഒക്കെ മേടിച്ചിട്ട് അതിൻ്റെ തല അവൾ ആദ്യമൊന്നും കൊണ്ടുവരത്തില്ലായിരുന്നു. ദൈവമേ, അത് കേൾക്കുമ്പോൾ തന്നെ ജോസാൻ ഇവിടെ ഭയങ്കര വിഷമോ. എന്നിട്ട് അവൾ ഫോൺ ചെയ്ത് പറയുകയും ചെയ്യുമായിരുന്നു, എടി നിങ്ങളിവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ തന്നു വിടായിരുന്നു, ജോസിന് ഭയങ്കര ഇഷ്ടമല്ലേ എന്നൊക്കെ. ഞാൻ പറയും, എടി കളയരുതേ, അത് നല്ലതാണ് കറി വെക്കാൻ. കാരണം വലിയ മീനിൻ്റെ തലയ്ക്കൊക്കെ നല്ല മാംസമുണ്ട്, നമുക്ക് കറി പോലെ കഴിക്കാൻ പറ്റും. മുള്ളു മാത്രമല്ല അതിനുള്ളത്. ഇപ്പോഴിപ്പം പക്ഷേ അവൾ തല കളയാതെ ക്ലീൻ ചെയ്യിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവൾ എന്നിട്ട് പറയുന്നതാ, എടി ഇത്രയും അറിയത്തില്ലായിരുന്നു കേട്ടോ, ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും അതിനകത്ത് കഷ്ണം പോലെ മാംസം ഉണ്ടെന്നോ അറിയത്തില്ലായിരുന്നു എന്നാ ഇപ്പം പറയുന്നത്. അപ്പോൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിലർ കൊച്ചുള്ളി ഇടാറില്ല. ഇത് പക്ഷേ തലക്കറി ആയതുകൊണ്ട് ഇത്തിരി കൊഴുപ്പ് വേണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇട്ടതാണേ. കൊച്ചുള്ളി ഇട്ടാൽ കറി കേടാകുമെന്നൊന്നും പേടിക്കേണ്ട, ഒരു രീതിയിലും കേടാവത്തില്ല കേട്ടോ. ഞാൻ എത്രയോ ദിവസങ്ങൾ കൊച്ചുള്ളി ഇട്ട കറി ചൂടാക്കി വെച്ച് കൂട്ടിയിരിക്കുന്നു. ഇത് ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2 മാസമായെന്ന് തോന്നുന്നു, മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു. കറിവേപ്പില കൂടുതൽ കിട്ടിയപ്പോൾ ഞാൻ പുതിയൊരു മെത്തേഡിലാണ് വെക്കുന്നതെന്ന് കാണിച്ചില്ലേ. പല പൊതികളിലായിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് ഇതുപോലൊരു കവറിനകത്താക്കി വെച്ചിരുന്നേ. നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ ചെറുതായിട്ടൊരു പച്ചപ്പ് പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കറിവേപ്പിലയുടെ മണമോ അല്ലെങ്കിൽ ഒറ്റ ഒരു ഇല പോലും പൊഴിഞ്ഞു പോയിട്ടില്ല. ആ പൊതി തുറക്കുമ്പോൾ കറക്റ്റ് ആ കറിവേപ്പിലയുടെ മണം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി പൊതിയൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ, ഒരു പൊതിയേ എടുത്തുള്ളൂ. അപ്പോൾ എന്താ 2 മാസമൊക്കെ ഇരുന്നാൽ പോരെ. ഇത്രയൊക്കെ ഇരുന്നെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു മുറ്റിയ ഇലയാണെങ്കിൽ കുറച്ചുകൂടി കേടാകാതെ ഇങ്ങനെ വാടാതിരിക്കും. ഇത് ഇച്ചിരി പിഞ്ച് ഇലയായിരുന്നു ഞാൻ ഇപ്പോൾ എടുത്തതേ, അതായത് തളിരില. അപ്പോൾ അത് ഞാൻ എടുത്ത് ഒരു കവറിനകത്താക്കി, വീണ്ടും പേപ്പറിനകത്താക്കിയില്ല, ഒരു കവറിനകത്താക്കി ആവശ്യത്തിന് എടുക്കാനായിട്ട് വെച്ചു. മറ്റേ പൊതിയൊന്നും തൊട്ടിട്ട് പോലുമില്ല, അതുപോലെ അങ്ങ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ കറിവേപ്പില പല രീതിയിൽ സൂക്ഷിക്കാറുണ്ട്. എന്താണ്, ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെക്കാറുണ്ട്, നല്ല ടൈറ്റായിട്ടുള്ള പാത്രത്തിലിട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് പല രീതികളൊന്ന് പരീക്ഷിക്കാമല്ലോ. അങ്ങനെ ഒന്ന് പരീക്ഷിച്ചതാ. അപ്പോൾ ഉള്ളി ഏകദേശം വേണ്ടി വന്നു. അതിനകത്തേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. ഞാൻ സെയിം മീൻകറി വെക്കുന്ന മെത്തേഡിൽ തന്നെയാണ് തലക്കറിയും വെക്കുന്നത് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. മസാല നന്നായിട്ടൊന്ന് വഴളുമ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത്, പുളിവെള്ളം ചേർത്ത്, ഉപ്പും ചേർത്ത് അതൊന്ന് തിളയ്ക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ, അതായത് തല കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് എത്രയും വറ്റിക്കണോ അത്രയും വറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ മീൻകറി എന്ന് പറയുന്നത്. അതായത് തലക്കറിയും സെയിം. അപ്പോൾ മീന് കളർ കിട്ടുന്നതും ടേസ്റ്റ് കിട്ടുന്നതും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ആ മസാല വഴട്ടുമല്ലോ, അതിനകത്താണ് മെയിൻ ടേസ്റ്റ് ഇരിക്കുന്നത്. മസാല നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്തില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റും കിട്ടില്ല, കളറും കിട്ടില്ല.
പോസ്റ്റിൻ്റെ വീട്ടിൽ പോകുന്നതേ ഇഷ്ടമല്ല. വല്യപ്പ രണ്ടുപേരൂടെ പുറത്ത് പോയേച്ച് മഴ നനഞ്ഞു വന്നു. എന്നാലും വീട്ടിൽ പോയി ഉടുപ്പൊക്കെ വേറെ എങ്കിൽ എടുത്തിട്ട് വന്നൂടായിരുന്നോ? അതല്ല, വീട്ടിൽ പോയാൽ ഇങ്ങോട്ട് വീട്ടിലേ എന്തോ ചെയ്യും, അതുകൊണ്ടാ. ഇവിടെ നിന്ന് ഊരിയിട്ട് അതിനകത്തോട്ട് വിരിച്ചിടതങ്ങ്. അത് വീഡിയോ എടുക്കണോ നിക്കർ വരുന്നേ? ഭയങ്കര ഒരു ഇടിവെട്ട് മഴ പെയ്ത് തോന്നേ. എന്താ വെള്ളം പോകുന്നിടത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അത്രയ്ക്ക് മഴയായിരുന്നു. ഇപ്പോൾ പെയ്യുന്ന മഴയെല്ലാം നല്ല ഭയങ്കര മഴയാണ് കേട്ടോ. കുടിവെള്ള പദ്ധതിയുടെ എല്ലാം ഫിറ്റ് ചെയ്തിട്ട് 2 മാസമായി, ഇതുവരെ വെള്ളം ഇങ്ങെത്തിയിട്ടില്ല. ഇനി എന്ന് വെള്ളം വരുമെന്നറിയില്ല. കുറച്ച് ചക്ക കിട്ടി, ഇത്തിരി ഉള്ളായിരുന്നു കേട്ടോ. കറി വെക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഈ ചക്കയെന്ന് പറയുന്നതേ കഴിഞ്ഞ ദിവസം ഞാൻ വ്ളോഗിൽ കാണിച്ചില്ലേ, ഷിഞ്ചുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് കിട്ടിയത് ആ സെയിം ചക്കയാണ് കേട്ടോ. ഒട്ടും കുറയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എത്രയും ചക്ക ഇട്ട് വേവിക്കുന്നോ അത്രയും തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലുള്ള ചക്കയാണ്. നല്ലതുപോലെ വെള്ളവും ഒഴിക്കണം വേവണമെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചു. അതിനുശേഷം മസാലയായിട്ട് ഇടുകയാണ്. ചക്കയുടെ മസാല എല്ലാവർക്കും അറിയാമല്ലോ. മഞ്ഞൾപ്പൊടി, തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ചതച്ചതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടെ വേവിക്കാൻ വെച്ചതാണേ. ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മസാലയ്ക്കകത്തൊന്ന് നല്ലതുപോലെ ആവി വരുമ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. എത്രയും ഞാൻ പറഞ്ഞില്ല, ഞാൻ എത്രയും ചക്ക ഇട്ടോ അത്രയും തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലൊക്കെയുള്ള പ്ലാവ് ഉണ്ടെങ്കിലേ ഭയങ്കര നല്ല കാര്യമാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തലക്കറി അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. കാരണം ചട്ടിയിലിരുന്ന് വീണ്ടും ചാറ് കുറുകുമല്ലോ. അപ്പോൾ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. മീൻകറിക്കൊക്കെ എരി കൂടുതലാണെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവുമേ. അപ്പോൾ ഇതിന് വലിയ എരിയൊന്നും ഇല്ല, ഞാൻ അധികം എരിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചെറുതീയിൽ ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. ഇത്തിരിയും കൂടി ഒന്ന് വറ്റട്ടെ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡിൽ കൂടെ ചെടികൾ മിക്കവാറും ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചെടികളൊക്കെ മേടിച്ച്. ഓൾറെഡി നിങ്ങളിത് വീഡിയോയിൽ കണ്ട് കാണും. അതായത് ഞാൻ മേടിച്ച കുറച്ച് പ്രോഡക്റ്റുകളുടെ, മീഷോയിൽ നിന്ന് മേടിച്ച കുറച്ച് പ്രോഡക്റ്റുകളുടെ വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ചെടിച്ചട്ടികളുടെയൊക്കെ കാണിച്ചപ്പോൾ ഓൾറെഡി ഈ പൂക്കളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തതാണ് ഇതിങ്ങനെ മുമ്പിൽ വന്നപ്പം. ഞങ്ങൾ റോസ, ബോൾസം, പിന്നെ ഒരു തെങ്ങ്, പ്ലാവ്, മാവ്, റെഡ് ലേഡി, ആര്യവേപ്പ്, പിന്നെന്തായിരുന്നു അമ്പഴം, കിലോ പേര, ഇങ്ങനെ കുറേ ഐറ്റംസ് മേടിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് കിലോ പേരയും മാവും പ്ലാവും ബിനുവിൻ്റെ വീട്ടിലേക്ക് കൂടാണ് മേടിച്ചേക്കുന്നത്. 2 വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നല്ല പൂക്കൾ ഇങ്ങനെ തഴച്ച് വളർന്നൊക്കെ നിൽക്കും. അതിനുശേഷം അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂക്കൾ കിട്ടത്തുള്ളൂ. ഇപ്പോൾ കൂടുതൽ സമയം ഞാൻ ഇവരുടെ പുറകെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രത്യേക വളങ്ങളിട്ടൊക്കെ നിർത്തിയിരിക്കുന്നതാണ്. പൂക്കാൻ വേണ്ടിയുള്ള വളങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമുക്കത് കണ്ടിന്യൂസ് ഇടാൻ പറ്റില്ല. പിന്നെ അടുക്കള വളങ്ങളൊക്കെ ഇട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന രീതി അടുത്ത വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്താമേ. നിങ്ങളുടെ വീട്ടിൽ റോസൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി, നല്ല പൂക്കളൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് തലക്കറി മാത്രമേ വെച്ചിട്ടുള്ളൂ. കറിയായിട്ട് ചക്ക വേവിച്ചതും തലക്കറിയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ തോരൻ ഇരിപ്പുണ്ട്. ജോസാന് തോരൻ വേണമെങ്കിൽ അത് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ കറിയാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ചക്ക ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വേവിച്ചത്. പക്ഷേ വെട്ടിപ്പറക്കാനൊരു ഇച്ചിരി പണിയാണ്, അതേ ഉള്ളൊരു വിഷമം. കാരണം ചക്ക വെട്ടിപ്പറക്കലൊരു ഇച്ചിരി മിനക്കെട്ട പരിപാടിയാണ്. കപ്പയാണേ പെട്ടെന്നാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരാമേ. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.